ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു മരമുല്ലയെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ വീട്ടിൽ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിരിക്കുന്ന മരമുല്ലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഇതിൻ്റെ ഇലയൊക്കെ ചെറുതായിരിക്കും. നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ട സമയമുണ്ട്. ഈ ഫ്ലവറൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്ത് നമ്മൾ ഭംഗിയിൽ നിർത്തും. അതായത് ബുഷായിട്ട് വളരുന്ന ഒരു മുല്ലയാണത്, മരമുല്ലയാണത്. പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലുപൊടി, സ്വല്പം വേപ്പിമണ്ണാക്ക്, ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക പ്രൂൺ ചെയ്തതിന് ശേഷം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുമാതിരി ഫ്ലവർ ഉണ്ടാകുന്നതാണ്. നല്ല സ്മെല്ലാണത്. പിന്നെ ഇതിൻ്റെ ഫ്ലവർ അധികം ദിവസം നിൽക്കില്ല. മുട്ടിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. മുട്ടകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലവർ അധികം ദിവസം ഇങ്ങനെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മിനിയേച്ചർ ടൈപ്പാണത്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണത്. അതായത് താഴെ വെക്കുന്ന ടൈപ്പ് ഒരു മരമുല്ലയാണത്. ഇതിൻ്റെ ഇലക്കൊക്കെ കുറച്ച് വലിപ്പമുണ്ട്. നമ്മുടെ നാടൻ മുല്ല എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചെമ്പരത്തിയും വെച്ചിട്ടുണ്ടോ. ചെമ്പരത്തിയിൽ ഫ്ലവർ മിക്ക ദിവസങ്ങളും ഉണ്ടാക്കും. മുട്ട ഉണ്ടായുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മുല്ല. ഇത് നല്ല ശരിക്കും ഈ മുല്ലയാണ് എപ്പോഴും നല്ല കൂടുതൽ സ്മെല്ല് കിട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഞാൻ ഈ മുല്ല പ്രൂൺ ചെയ്ത് കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ കുത്തി മുളപ്പിച്ച ഒരു മുല്ല ഇതാണ്. ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്കൊരു ചെടി നശിച്ചു പോകുമ്പോൾ ഈ അടുത്ത ചെടി വളർത്തിയെടുക്കാൻ പറ്റും. അത് കമ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറ്റാർവാഴ ജെല്ലിൽ കുത്തി കൊടുത്തതിന് ശേഷം മണ്ണിൽ നടാവുള്ളൂ. പിന്നെ വെള്ളത്തിൽ വളർത്തിയിരിക്കുന്ന ഒരു മുല്ലയാണ് നമ്മുടെ നാടൻ ഇങ്ങനത്തെ മുല്ലയുടെ തന്നെ. ഇതിനുമുമ്പ് ഏതെല്ലാം ചെടികൾ വെള്ളത്തിൽ വളർത്താമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ മുല്ല ഞാൻ കാണിച്ചിരുന്നു. ഇങ്ങനെ വെള്ളത്തിൽ കണ്ട വേര് പിടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമാണ്. വെള്ളത്തിലും ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടിയാൽ മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. എന്നാലും ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൂൺ വളം ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലുകൂടി, വേപ്പിമണ്ണാക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം ചാണകപ്പൊടി ഇടാൻ മറക്കരുത്. എന്നാലേ അടുത്ത ഇതിൽ ട്രിപ്പിൽ ഇതുമാതിരി ഫ്ലവർ ഉണ്ടാവും. പിന്നെ ഇത് റീപോർട്ട് ചെയ്യേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചെറിയ പോട്ടിൽ ഇരുന്നത് ചെറിയ പോട്ടിലായിരുന്നു. നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചാൽ മതി. ഇത് നേരെ എടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഓളില്ലെങ്കിൽ ഓള് ഇടണം. ഓളിട്ടതിന് ശേഷം കല്ല് അകത്തിട്ട് കൊടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ കുറച്ച് മണ്ണും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിമണ്ണൊക്കെ കുറച്ച് മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇടുമ്പോൾ മണ്ണ് ആദ്യം കല്ലിടണം. അതിനുശേഷം കുറച്ച് മണ്ണ് വെറുതെ ഇട്ട് കൊടുക്കുക. മണ്ണിട്ടതിന് ശേഷം കുറച്ച് മണ്ണിട്ടതിന് ശേഷം മാത്രമേ വേറെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണും വളമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ചുറ്റും ഇട്ട് കൊടുക്കാവൂ. അത് കുറച്ച് മോൾ ഭാഗത്ത് ആ വളം വന്നാലും കുഴപ്പമില്ല. ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് കൂടുതൽ നഷ്ടപ്പെടില്ല. വളം ഇങ്ങനെ കുറേശ്ശെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. വേണമെങ്കിൽ അടിയിൽ ട്രേ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഞാനിതിപ്പോൾ ടെറസിലാണ് വെക്കാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടെറസിലാകുമ്പോൾ നല്ല വെയിൽ കിട്ടുമല്ലോ. എന്നാൽ ഷെയ്ഡ് വേണം കേട്ടോ. അതിന് ഡയറക്റ്റ് വെയിലല്ല, വെയിൽ അരിച്ചിറങ്ങണ ഒരു വെയിലായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.